മഴ ഇങ്ങനെ പിടിച്ചേ പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങാനൊക്കെ നല്ല മടിയായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും തുടങ്ങി വെച്ചാൽ അപ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങും. അപ്പോൾ പിന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതോടെ ഞാൻ ഈ പരിപാടി ഇപ്പോൾ നിർത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ. അടുത്ത മഴക്കുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. അപ്പോൾ അടുത്ത മഴയ്ക്ക് മുമ്പ് വെറുതെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. നമ്മുടെ റോസ് ചെടികളിലൊക്കെ ഇഷ്ടംപോലെ പൂക്കളുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ മഴയായതുകൊണ്ട് അത്രക്കും പെസ്റ്റിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. എല്ലാം നല്ല ഉഷാറായി നല്ലോണം പൂവിടുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ മഴ കണ്ടിന്യൂസ് ആയിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഉണ്ടാവണ പൂക്കൾക്കൊന്നും വലിയ ആയുസില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഒക്കെ ചീഞ്ഞു പോവാണ്. അതല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ഇങ്ങനെ കെട്ടി നിന്ന് നമ്മളെ തൊടുമ്പോൾക്ക് അത് കൊഴിഞ്ഞു പോവാണ് കേട്ടോ. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, ഇത് റോസിൻ്റെ വേരാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇങ്ങനെ എല്ലാ ചെടികളിലും വേരിങ്ങനെ നിൽക്കണ കാണാം കേട്ടോ. ഇതെന്താ സംഭവം എന്ന് അറിയണവരൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞാൻ പോയത് നമ്മൾ പൂവൊന്ന് വിരിയാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരാളെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിശാഗന്ധിയിലെ മുട്ട് ഇപ്പം നല്ലോണം വലുതായിട്ടുണ്ട്. ഇന്ന് രാത്രി മിക്കവാറും അത് വിരിയാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ മീൻകുളത്തിനടുത്ത് എത്തിയപ്പോൾ നമ്മുടെ ഗപ്പി ചത്ത് കിടക്കണ കേട്ടോ കണ്ടത്. മെയിൽ ഫിഷാണത്. അന്നത്തെ വെള്ളന്മാരിൽ അതിന് പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇത് വാണ്ടറിങ് ജൂ ആണ് കേട്ടോ. എനിക്കിതിന് 2 പീസേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തതിന് ശേഷം ചട്ടിയിൽ നടാമെന്ന് വിചാരിച്ച് ഞാൻ നട്ട് കൊടുത്തേക്കണതാണ് കേട്ടോ. ഇപ്പം അത്യാവശ്യം പൊടിപ്പോളൊക്കെ അതിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഗ്രാസ് ഉണ്ടല്ലോ, ഇത് ഈ ചട്ടി മുഴുവൻ ഉണ്ടായതായിരുന്നു കേട്ടോ. ഒക്കെ ഉണങ്ങിപ്പോയതായിരുന്നു. ഇപ്പോൾ ഈ മഴ വന്നപ്പോൾ രണ്ടാമതൊക്കെ പൊടിച്ച് തുടങ്ങിയേക്കണതാണ് കേട്ടോ. പിന്നെ അധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. നമ്മുടെ ആശാൻ എത്തിയിട്ടുണ്ടായിരുന്നു. നല്ല കലക്ക മഴ, ഒപ്പം നല്ല കാറ്റും. മഴ തുടങ്ങിയ സമയത്തൊക്കെ ഇതിങ്ങനെ കണ്ടു നിൽക്കാൻ നല്ലൊരു പ്രത്യേക രസമായിരുന്നു. പക്ഷെ ഇപ്പം അത്രയും തോന്നണില്ല കേട്ടോ.